ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. അല്ല, ഞാനെടുത്ത് കൊടുത്തു. മുഴുവൻ വായിക്കാനുള്ള സന്മനസ്സൊന്നും കാണിച്ചില്ല. ഇപ്പോൾ വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു ഞാൻ സംസാരിക്കുന്ന വെറുതെ ഒരാളുടെ അടുത്തല്ലല്ലോ. CM ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ പറയണത്, ഒരു ഡിസ്കഷൻ, എനിക്കൊരു ചാൻസ് തരൂ, ഞാൻ ഇതിനൊരു അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല. അതിന് പകരം വാദി പ്രതിയായി മാറിയിരിക്കുക. ഞാനായി ഇപ്പോൾ അസോൾട്ട് ചെയ്തെന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ തരാം, അതെൻ്റെ കോപ്പി ഞാൻ പിന്നെ തരാം. എല്ലാം അത് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം ഈ കുട്ടികളുടെ ഭാവിയുടെ എഡ്യൂക്കേഷൻ്റെ വെൽഫെയറുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻലി അതിൻ്റെ കാര്യങ്ങളാണ്. അത് പല പ്രാവശ്യം മീഡിയേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിലോട്ട് എത്തിയതാണ്. എന്നിട്ട് അന്നാണ് സൈൻ ചെയ്തത്. അങ്ങനത്തെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാ. എൻ്റെ ഒരു പൂർവ്വ ഹിസ്റ്ററി തന്നെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ്ലി തെറ്റാ. തിരിച്ചാണ് എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 10-16 വർഷമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ CPI സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ചേരുന്നു. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, യാമിനി തങ്കച്ചി KB ഗണേഷ് കുമാറിനെതിരെ ഗാർഹിക പീഡനം ആരോപണം ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി അവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അദ്ദേഹം മുക്കിയെന്നും അവർ ആരോപിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പരാതിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രി ആ പരാതിക്കാരിയെ കബളിപ്പിച്ചു എന്നാണ് അവരുടെ ആരോപണം. അതൊരു നിസ്സാര കാര്യമല്ല. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് ഒരു യുവതി പരാതിയുമായി മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, സ്വല്പം സമയം താ, ഞാനത് ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇരയെ ഒഴിവാക്കിയിട്ട് വേട്ടക്കാരനെ രക്ഷിക്കാൻ പോയതിന്റെ അർത്ഥം തന്റെ സഹപ്രവർത്തകരായ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഗാർഹിക പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രി കബളിപ്പിച്ചെന്ന നിസ്സാരമായ കാര്യമല്ല. നമുക്ക് ആശ്രയം നൽകേണ്ട കേരളത്തിലെ ഭരണാധികാരി കബളിപ്പിച്ചു എന്നൊരു സ്ത്രീ പരാതി ഉന്നയിച്ചാൽ അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിയുടെ മേലെയാണ് ഈ കുറ്റവാളി ആയിട്ട് മുഖ്യമന്ത്രി ഇതുപോലൊരു പരാതി ചെയ്യേണ്ട കാര്യം എന്താ? കൺസേൺ ഓഫീസർക്ക് അപ്പോൾ പരാതി കൈമാറണം. ആദ്യമായി ചെയ്തില്ല. അതിന് പകരം സ്വന്തം സഹപ്രവർത്തകനായ ആളെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇതുപോലുള്ള ഒരു വിശ്വാസമഞ്ചന നടത്തിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഗണേഷ് കുമാറാണ് പരാതിയുമായി പോയിരിക്കുന്നത്. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചിലപ്പോൾ പറയാറുണ്ട് അത് വീട്ടുകാരിയാണ്. വീട്ടുകാരിയിലെ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ കുറ്റകരമായ ഒരു ശിക്ഷ 2-3 വർഷത്തെ ശിക്ഷ വിധി കിട്ടാവുന്ന ഒരു കാര്യമാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇതുപോലെ കബളിപ്പിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അതിൽ പ്രതിയായ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അതായത് പറയാനുള്ളത്.